ദീപക് എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടായിട്ടുള്ളൊരു അനുഭവത്തെ മുൻനിർത്തിയാണ് എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഒരുപാട് ഞരമ്പ് രോഗികളുണ്ട്, വസീകരി കഴിഞ്ഞ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രോത്സാഹനമായി മാറാൻ പാടില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് ഫുള്ളെല്ലാ ക്യാമറയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമേ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടത് ജെൻഡർ നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ആവരുത്. പകരം ആ വിഷയത്തിൻ്റെ മെറിറ്റിൽ ആരോടൊപ്പമാണോ ശരി, ആ ശരിയെ നമ്മൾ അനുകൂലിക്കുക, തെറ്റിനെ നമ്മൾ എതിർക്കുക. ഇവിടെ ഈ ക്യാമറയിൽ തെറ്റ് ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരനെ വീഡിയോ എടുത്ത് റീച്ചിന് വേണ്ടിയിട്ട് ഞാൻ മുമ്പൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നാണം കെട്ടും റീച്ച് നേടുകിൽ നാണക്കേട റീച്ച് മാറ്റണം എന്ന കാഴ്ചപ്പാടും കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ വേറൊരാളെ ജീവിതം വെച്ച് കളിക്കരുത്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ പുതിയൊരു കണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമാണ് ഈ എക്സ്പോസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. ഇതിനൊക്കെ ഓരോ ഒതൻറ്റിസിറ്റി വേണം. അപ്പം നമ്മൾ ഒരാളെ വേറൊരു വ്യക്തിയെ പറ്റി നിങ്ങൾക്ക് എന്ത് കണ്ടന്റും നിങ്ങളുടെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് കാണിക്കാം, നിങ്ങൾക്ക് തുണിയില്ലാതെ നടക്കാം, ഒരു കുഴപ്പമുള്ള കാര്യമല്ല. നിങ്ങൾക്കത് കൊണ്ട് പ്രശ്നമില്ലാതെ, നിങ്ങൾക്ക് നാണോമാനമില്ലാതെ ജീവിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സീരിയസ്ലി നിങ്ങൾക്കത് ചെയ്യാം. പക്ഷേ മറ്റൊരുവൻ്റെ ജീവിതത്തെ വെച്ച് നിങ്ങൾ ദയവ് ചെയ്ത് കണ്ടന്റ് ആക്കരുത്. നിങ്ങളുടെ അടുത്തൂടെയാണ് പറഞ്ഞത്. ഓരോ ഇതിപ്പം നിങ്ങളെല്ലാവരും പറയുന്നു, ഒരു പെൺകുട്ടി ഒരു മൊബൈൽ ക്യാമറ എടുത്ത് വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരനെ മോശക്കാരനാക്കി ചിത്രീകരിച്ചിട്ട് അയാൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയുണ്ടാക്കി. ഓരോ ഓൺലൈൻ മാധ്യമങ്ങളും അനാവശ്യമായിട്ട് എത്രയോ പേരുടെ വീഡിയോസ് പകർത്തി നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട് സമൂഹത്തെ കൊണ്ട് ആക്ഷേപിച്ച് കമൻറ്റ് ചെയ്യിച്ച് അതിലാരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് സ്വയം തിരിച്ചറിവുണ്ടാവണം. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. നമ്മൾ ചെയ്യുന്നത് വേറൊരാൾക്ക് ദോഷകരമാവുന്നുണ്ടോ ഇല്ലയോ നമ്മൾ ആലോചിക്കണം. നാടിന് നല്ല ഒരു വിഭാഗം ആൾക്കാരെ ചെയ്യുന്നുണ്ട്. അതെ, ഒരു വിഭാഗം ആൾക്കാരെ ചെയ്യുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ പെൺകുട്ടിയെ നമ്മൾ തള്ളിപ്പറയുന്നൊരു കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മളൊരു പരിധിക്കപ്പുറം കേരളത്തിലേക്ക് എല്ലാ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിനകത്തോ ട്രെയിനകത്തോ മറ്റോ വെച്ച് എവിടെയെങ്കിലും വെച്ചിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു പെൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി വീഡിയോ എടുക്കാൻ ഒരുപക്ഷെ മടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. റിയലായിട്ടൊരു പ്രശ്നം വരുന്ന സമയത്ത് എനിക്കെതിരെ കേസ് കൊടുക്കുക. അതാ ഞാൻ പറയാൻ വന്നത്. ഇത് നിങ്ങളിത് എടുക്കുക, നിയമപരമായിട്ട് നിങ്ങൾക്കിതിനെ നേരിടുക. ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, സോഷ്യൽ മീഡിയയിൽ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എക്സ്പോസിങ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ആൽവിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ വീഡിയോ വൈറലാക്കി റീച്ച് കിട്ടിയപ്പം കൊണ്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരാൾ സമൂഹത്തിന് ദോഷകരമാവുന്ന രീതിയിലൊരു തെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങളത് എടുത്തിട്ട് കണ്ടന്റുമാക്കി മാറ്റരുത്. ഈ രാജ്യത്തൊരു നിയമ സംവിധാനമുണ്ട്. നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുക. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്നോ നമ്മുടെ നിയമപരമായിട്ടുള്ള വ്യവസ്ഥിതിയിൽ നിന്നോ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സംഭവം കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സമൂഹത്തെ അറിയിക്കുക. അതാ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് കണ്ടുപിടിച്ചു, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ എനിക്ക് അവിടെ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് അവർ സ്വീകരിച്ചില്ല, സമൂഹം കാണൂ എന്ന് പറയണം. അല്ലാതെ കയ്യിലൊരു മൊബൈൽ ഫോണുണ്ട്, എൻ്റെ ഒരു ഓൺലൈൻ ചാനലുണ്ട്, അതുകൊണ്ട് ആരുടെയും ജീവിതം വിറ്റ് ഞാൻ കാശാക്കും എന്ന് പറയുന്ന മനോഭാവമല്ല നമുക്ക് വേണ്ടത്. അത് ഒരു ഇൻസ്റ്റഗ്രാം റീൽസ് ചെയ്യുന്നവരായാലും ഓൺലൈൻ മീഡിയ ചെയ്യുന്നവരായാലും നമുക്ക് പൊതുസമൂഹത്തോട് ഒരു നീതി ഉണ്ടാവണം, നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേറൊരാളുടെ ജീവിതത്തെ ഇല്ല. ഇപ്പം മരണപ്പെട്ടത് കൊണ്ടല്ലേ ഇത് ഇങ്ങനൊരു ചർച്ച വന്നത്? എന്തിന് നമ്മൾ അതിലേക്ക് പോയി? ഞാൻ എത്രയോ കാലങ്ങളായിട്ട് ഞാൻ ആ വിഷയത്തിലൊരു വീഡിയോ പോലും ഞാൻ ചെയ്തില്ല. കാര്യം എത്രയോ നാളുകളായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണിത്. ഇരവാദം ഉന്നയിച്ചുകൊണ്ട് പല പെൺകുട്ടികളും പല പുരുഷന്മാർക്കും എതിരെ വരുന്നുണ്ട്. രാഹുൽ ഈശ്വർ ഒരുപാട് നാളുകൊണ്ട് ഇത് പറയുന്നുണ്ട്. പക്ഷേ രാഹുൽ ഈശ്വർ ഇത് പറയുമ്പം രാഹുൽ ഈശ്വറിന് വരുന്നൊരു ചെറിയ പ്രശ്നം, ഇരയാക്കപ്പെടുന്ന പെൺകുട്ടിക്ക് എതിരെ സംസാരിക്കപ്പെടുന്നു. ഞാൻ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം നിങ്ങൾ എടുത്തു നോക്കൂ. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്താണ് സംസാരിച്ചത്. വേടൻ്റെ വിഷയം എടുത്തു നോക്കൂ. വേടനെ ഞാൻ എതിർത്താണ് സംസാരിച്ചത്. ബോബി ചെമ്മണ്ണൂരിനെ ഞാൻ എതിർത്താണ് സംസാരിച്ചത്. ഇവിടൊക്കെ ആ പെൺകുട്ടികളെല്ലാവരും അയാൾ എന്നോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞിട്ടുള്ളവരാണ്. അതിൽ ശരിതെറ്റുകളെ അന്വേഷിച്ച് കണ്ടെത്താൻ പോകുക എന്നുള്ളത് നമ്മുടെ ജോലിയല്ല, പോലീസിൻ്റെയും കോടതിയുടെ ജോലിയാണ്. അതേസമയം മറ്റൊരു വിഷയം, ഇപ്പോൾ ദിലീപേട്ടനൊരു വിഷയം വന്നപ്പോൾ ദിലീപേട്ടൻ പീഡിപ്പിച്ചു എന്നൊരു കേസ് വന്നിരുന്നെങ്കിൽ ഞാൻ അയാളെ 100% തള്ളിപ്പറഞ്ഞാൽ. പക്ഷേ ഒരു ക്രിമിനലിൻ്റെ വാക്കാണ് അവിടെ വന്നത് എന്നുള്ളത് കൊണ്ട് അത് കോടതിയിൽ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ പൾസർ സുനിയും ഇയാളും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ആ സന്തോഷം നമ്മളവിടെ പങ്കുവച്ചു. അപ്പം നമ്മൾക്കെതിരെ ഒരു വിഭാഗം ആൾക്കാർ തിരിയുകയാണ്. അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നം. പല വിഷയങ്ങളിലും ഞാൻ ഏഷ്യാനെറ്റ് പോലൊരു ചാനലിൽ ബിഗ് ബോസിൽ വിജയിച്ച് കഴിഞ്ഞതിന് ശേഷം അതേ ഷോയിലെ പെൺകുട്ടികൾക്ക് ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ സമൂഹത്തോട് സധൈര്യം പറയുമ്പോൾ, നഷ്ടങ്ങൾ എനിക്കുണ്ടാവുമെന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാതെ അതിനെ തള്ളിപ്പറഞ്ഞ ഫെമിനിസ്റ്റുകളുമുണ്ട്. ഷോയിൽ തന്നെ പങ്കെടുത്തിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ. അവർക്ക് ആവശ്യം ചാനലിനെയും ചാനലിൻ്റെ അണിയറ പ്രവർത്തകരെയും. കാര്യം അവർക്ക് നിലനിൽപ്പാണ് പ്രാധാന്യം. അവരവിടെ എന്നെ തള്ളിപ്പറഞ്ഞു. എന്നിട്ട് ദിലീപേട്ടൻ ഉമ്മ കൊടുത്തൊരു ഫോട്ടോ ഇട്ടപ്പോൾ അവരെന്നെ ആക്ഷേപിച്ചുകൊണ്ട് സ്റ്റോറി ഇട്ടു. ഇപ്പോൾ റിയാസ്, അപ്പം ഞാൻ ദിലീപേട്ടൻ ഉമ്മ കൊടുത്ത്, അതായത് കോടതി വെറുതെ വിട്ട ഒരാൾക്ക് ഞാൻ പോയി കണ്ട സന്തോഷം പങ്കുവച്ചൊരു ഫോട്ടോയിൽ ഇപ്പോൾ റിയാസ് വന്ന് ആക്ഷേപിച്ചുകൊണ്ട് സ്റ്റോറി ഇടുന്നു.
ഇതേ റിയാസ് പങ്കെടുത്ത ഒരു ഷോയിൽ 3 പെൺകുട്ടികൾ പരസ്യമായിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് അതിനെ അനുകൂലിച്ച എന്നെ തള്ളി പറയുന്നു. അതാണ് പ്രശ്നം വരുന്നത്. നമ്മൾ ഓരോ വിഷയത്തിൻ്റെയും ശരികൾക്ക് വേണ്ടി സംസാരിക്കുക, അത് മാത്രമാണ് എൻ്റെ കാഴ്ചപ്പാട്.